ഹായ് ഓൾ. ചരിത്ര പ്രാധാന്യമുള്ള പല സംഭവങ്ങളും പല സൈക്യാട്രിക് അസുഖങ്ങളുടെയും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രതിഭാസങ്ങളുടെയും ഒക്കെ റിസർച്ചിലേക്ക് നയിക്കുകയും അതിനെ കണ്ടുപിടിക്കാനും കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തേത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്. നമുക്കറിയാം, ഒരു ട്രോമയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കാം, ഒരു പേഴ്സണൽ ഡിസാസ്റ്റർ ആയിരിക്കാം, അത് എന്തും ആകാം. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമാണ് PTSD എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടത് വേൾഡ് വാർ 1 സമയത്ത് ഷെൽ ഷോക്ക് എന്നൊരവസ്ഥ എന്നുള്ള രീതിക്കായിരുന്നു പറഞ്ഞിരുന്നത്. വേൾഡ് വാർ 2 ശേഷം ഇത് പോസ്റ്റ് വാർ ന്യൂറോസിസ് അല്ലെങ്കിൽ പോസ്റ്റ് വാർ ഫറ്റീഗ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു. വിയറ്റ്നാം വാറിന് ശേഷം പോസ്റ്റ് വിയറ്റ്നാം സിൻഡ്രോം, അതുപോലെ തന്നെ കൊറിയൻ വാറിലും ഒക്കെ സൈനികർ തിരിച്ചു വരുമ്പോൾ അവരിൽ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ എല്ലാവരും അക്കാലത്ത് ഇതിനെപ്പറ്റി അണവെയർ ആയിരുന്നത് കൊണ്ട് തന്നെ, ഇത്തരം ഒരു അസുഖം കേട്ട് കേൾവി ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവരുടെ വീക്ക്നെസ് ആയി അത് കണ്ടു. പലരും അവരെ പേടിത്തൊണ്ടരെന്ന് പറഞ്ഞിട്ട് ഷെയിം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരം സൈനികരിൽ നടത്തിയ റിസർച്ചിലാണ് ശരിക്കും PTSD എന്ന് പറയുന്ന ഒരു മാനസിക അസുഖമുണ്ടെന്ന് കണ്ടെത്തുകയും 1980കളിൽ DSM-3, അതായത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ ഒരു അസുഖങ്ങളുടെ ഒരു മാനുവലാണ്, അതിൽ ഇത് എഴുതി ചേർക്കപ്പെടുകയും ചെയ്തു. ഇതൊരു അസുഖമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പല സൈനികരും PTSD കാരണം സൈന്യത്തിലേക്ക് തിരിച്ചു പോകാതെ സൈന്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ പലരെയും എക്സിക്യൂട്ട് ചെയ്യുന്ന, സൈന്യത്തിനെ ഡെസേർട്ട് ചെയ്തു എന്നുള്ള റീസൺ പറഞ്ഞ് പലരെയും കൊന്നുകളയുന്ന സാഹചര്യങ്ങൾ വരെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തതാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കിറ്റി ജെനോവസി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ ബൈസ്റ്റാൻഡർ എഫക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂയോർക്ക് സിറ്റിയിൽ ഈ കിറ്റി ജെനോവസി എന്ന് പറയുന്ന സ്ത്രീയെ മർഡർ ചെയ്യുകയായിരുന്നു. ഇതിന് ഏകദേശം ഒരു 38ഓളം സാക്ഷികളുണ്ടായിരുന്നു. ഒരു സാക്ഷി പോലും ഇവർ മർഡർ ചെയ്യപ്പെടുന്ന ആ സമയത്ത് യാതൊരു തരത്തിലുള്ള ഇൻ്റർഫറൻസും നടത്തി ഇല്ലെന്ന് മാത്രമല്ല, പോലീസിനെ അറിയിക്കുക കൂടെ ചെയ്തില്ല. ഇവരുടെ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ മനസ്സിലായത്, എല്ലാവരും വിചാരിച്ചു ആരെങ്കിലും പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും മെഡിക്കൽ ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ടാകും, ആരെങ്കിലും സഹായിക്കും എന്ന് കരുതി എന്നാണ്. അപ്പം ഇതിൽ നിന്ന് പിന്നീട് പല സൈക്കോളജിസ്റ്റുകളും ഇത്തരം അവസ്ഥകളിൽ ഇത്തരം ഒരു സൈക്കോളജിക്കൽ ഫെനോമിനൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പഠിച്ചപ്പോൾ പല ആക്സിഡൻറ്റുകളിലും പല ഇത്തരം ഹെൽപ്പ് വേണ്ടി വരുന്ന ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ആളുകളുടെ സൈക്കോളജി ഇത്തരത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പം ആ റെസ്പോൺസിബിലിറ്റി ഡിസോൾവ് ആയി പോകുന്നു. ആരെങ്കിലും ചെയ്തോളും എന്ന ധാരണയിലേക്ക് ആരും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്ന് മനസ്സിലായി. അതാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രതിഭാസമാണിത്. മൂന്നാമത്തത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ട് പോകുന്നവരും ഹോസ്റ്റേജ് ആയിട്ടുള്ളവരും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബോണ്ടിനെയാണ്, അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബോണ്ടിനെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് ഒരു റോബറി കേസിൽ, ഒരു ബാങ്ക് റോബറി കേസിൽ 4 ആളുകളെ 6 ദിവസത്തേക്ക് ഹോസ്റ്റേജ് ആക്കി വെക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ കിഡ്നാപ്പ് ചെയ്ത ആളുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രിസണിലുള്ള ഒരാളെ വെറുതെ വിടുക എന്നുള്ളതായിരുന്നു. ഈ ഒരു 6 ദിവസം കൊണ്ട് ഈ ഹോസ്റ്റേജും ഈ ക്യാപ്റ്റേറ്ററും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായി വരികയാണ്. ഈവൻ പ്രൈം മിനിസ്റ്റർ പോലും ഇങ്ങനെ ഹോസ്റ്റേജസിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, ഈ തട്ടിക്കൊണ്ടുപോയവർ തങ്ങളെ ഉപദ്രവിക്കുമെന്ന് പേടിയില്ല, തങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ അസോൾട്ടിൽ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് പേടി എന്നാണ്. അതായത് അവർക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണ്ട എന്നുള്ളൊരു രീതിക്ക് ഒരു ബോണ്ടിങ്ങിലേക്ക് ഈ ആളുമായിട്ട് ഇവരെത്തി എന്നുള്ളതാണ്. പിന്നീട് ഒരു ക്രിമിനോളജിസ്റ്റ് ഈ ഒരു ഫെനോമിനന് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പേരെടുക്കുകയും പിൽക്കാലത്ത് ഈ പെർപെട്രേറ്റർ തന്നെ അയാളുടെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയ സമയത്ത് അതിനും സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പേരിടുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത്, ശരിക്കും ആദ്യം തട്ടിക്കൊണ്ടു പോകുന്നവരുടെ ഒരു ചിന്ത ഇങ്ങനെ തങ്ങളെ കൊണ്ടുപോയിട്ടുള്ളവർ, കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള ആള് കൊല്ലും അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്നുള്ളതാണ്. കുറച്ചു നേരം അവർക്ക് ആ ത്രെറ്റ് ഇല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലീഫാണ് ശരിക്കും ഇമോഷനായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹൊറിഫിക് എൻവയൺമെൻറ്റിൽ, ഇപ്പോൾ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ 6 ദിവസം അവർ വളരെ ഒരു അസ്വസ്ഥമായ എൻവയൺമെൻറ്റിൽ താമസിക്കുന്ന സമയത്ത് ഒരു ചെറിയ ആക്ട് ഓഫ് കൈൻഡ്നെസ് പോലും ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ തട്ടിക്കൊണ്ട് പോയവരായിരിക്കും ചിലപ്പോൾ ഇവരോടുള്ള കരുണ കാണിക്കുന്നത്. ഒരുപാട് വിശക്കുമ്പോൾ ഒരിത്തിരി ഫുഡ് കൊടുത്താൽ പോലും അവർക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് അവരോട് തോന്നിക്കുന്ന തരത്തിലേക്ക് എത്തും. ഇത് ആക്ച്വലി ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടെയാണ്. തങ്ങളുടെ കിഡ്നാപ്പർ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ തങ്ങളെ അസോൾട്ട് ചെയ്യാനുള്ള സാധ്യത കുറയൂ എന്നും ഇവർക്ക് സബ് കോൺഷ്യസ്ലി അറിയാമായിരിക്കും.
അതുകൊണ്ട് തന്നെയാണ് എക്സ്റ്റേണലി ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൂടെ കൂടാതെ ഇവരുടെ കൂടെ കൂടുന്ന ഒരു മെൻറ്റാലിറ്റി ശരിക്കും ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസമാണ്. അതുപോലെ തന്നെ അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് വഴി നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂട്ടുകയാണ് സൈക്കോളജിക്കലി ഇവർ ചെയ്യുന്നത്. ഇതാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നവരിൽ മാത്രമല്ല സ്റ്റോക്ക്ഹോം സിൻഡ്രോം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈവൻ ചൈൽഡ് അബ്യൂസ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൾട്ട് മെമ്പേഴ്സ് തമ്മിലുള്ള അബ്യൂസ്, അതിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്ന ഇമോഷണൽ ബോൺസിനെയും സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് നമ്മൾ പറയാറുണ്ട്. ഹൈവേ എന്ന് പറയുന്ന സിനിമ, ആലിയ ഭട്ട് അഭിനയിച്ച സിനിമ, അതിൽ ശരിക്കും സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സിനിമയാണെന്ന് പറയാം. അതിൻ്റെ ഒരു ജനറൽ തീം എടുക്കുമ്പോൾ ഇൻ ദ സെൻസ് തട്ടിക്കൊണ്ട് പോകുന്ന ആളും അവരും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു എന്നുള്ള രീതിക്ക് എടുക്കുമ്പോൾ ഒരുപാട് പേര് അതിനെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നുള്ള രീതിക്ക് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇന്നർ കോറിലേക്ക് ചെല്ലുമ്പോൾ അത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണെന്ന് ഒരു സൈക്കോളജി ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൽ ഇനീഷ്യൽ ആ ത്രെറ്റ് പോകുന്നു, അതായത് കൊല്ലുന്നില്ല, പിന്നീട് ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് രണ്ടുപേരും എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്സിൽ ഈ ഒരു സെറ്റിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ വളരെ ടോർച്ചേർഡും അല്ലെങ്കിൽ ഇമോഷണലി അബ്യൂസ്ഡ്, ഇമോഷണൽ നെഗ്ലക്റ്റ്, ഒരാൾ അബ്യൂസ് അനുഭവിക്കുന്ന ആളാണ്, ചൈൽഡ് അബ്യൂസ്, ഒരാൾക്ക് ഇമോഷണലി നെഗ്ലക്റ്റ് ഉള്ള ആളാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ശരിക്കും അവർ ആ തട്ടിക്കൊണ്ട് പോകൽ എന്ന് പറയുന്ന ആ ഒരു സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ രണ്ടുപേരും അതിൽ നിന്ന് ലിബറേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവർ തമ്മിൽ ബോണ്ടിങ് വരുന്നതാണ്. ആ സിനിമ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു സിനിമയാണ്. അതിന് സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൽ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ആ ത്രെറ്റ് മാറുന്നതും സർവൈവ് ചെയ്യാനും വേണ്ടി അല്ല ആ ബോണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട്. നാലാമത്തത് അറ്റാച്ച്മെൻറ്റ് തിയറിയാണ്. അറ്റാച്ച്മെൻറ്റ് തിയറിയെ പറ്റി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. വേൾഡ് വാർ 2 സമയത്ത് കുറേ കുട്ടികൾ ഓർഫൻസായി, കുറേ പേര് പേരൻസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ഒരു റിനൗണ്ട് സൈക്കോളജിസ്റ്റ് അതിനെപ്പറ്റി പഠിച്ചു. ഇങ്ങനെ സെപ്പറേറ്റഡ് ആയ ഓർഫൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഇവർ വളർന്നു വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അഡൾട്ട് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാകും. കാരണം ഇവർ അബാൻഡൻ ചെയ്യപ്പെട്ടു, പിന്നെ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ സപ്പോർട്ടും എവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒബ്സർവ് ചെയ്തത് കൂടുതൽ കുട്ടികളും വളർന്നു വരുമ്പോൾ അവരൊരു അഡൾട്ട് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവർക്കും തന്നെ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ടാകുന്നു. ജനറലി തന്നെ അവരുടെ ഒരു സൈക്കോളജിക്കൽ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് തിയറി പ്രകാരം നമ്മൾ ചെറുപ്പത്തിൽ വളരെയധികം ഇമോഷണലി സെക്യൂർ ആണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കെയർ ഗീവേഴ്സ് ആണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മളെ കേൾക്കുന്ന, നമ്മുടെ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ തരുന്ന, നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പേരൻസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആണുള്ളതെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ അറ്റാച്ച്മെൻറ്റിൽ വളരെ സെക്യൂർ ആയിരിക്കും. നമുക്ക് ഇമോഷണലി എന്താണ് വേണ്ടത് നമുക്ക് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്പേസ് ഉള്ള റിലേഷൻഷിപ്സിലേക്ക് പോകാനും അനാവശ്യമായിട്ട് ആങ്ഷ്യസ് ആവുകയോ പാർട്ട്ണറിനെ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ട്ണറിന് കൺഫ്യൂസിങ് സിഗ്നൽസ് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു റിലേഷനിൽ കമ്മിറ്റഡ് ആവാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവരൊന്നും ആയിരിക്കത്തില്ല. വളർന്നു വരുമ്പോൾ വളരെ സെക്യൂർ ആയിട്ടുള്ള ആളുകളായിട്ടായിരിക്കും ഇവർ മാറുന്നത്. അതേസമയം ഒരു കുട്ടിക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല, ഇമോഷണൽ അബാൻഡൻമെൻറ്റ്, ചിലർ അബ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾ വളർന്നു വരുമ്പോൾ ഒന്നെങ്കിൽ അവർ ആങ്ഷ്യസ് ആയിരിക്കും, അവർ ഈ ടെൻഷന് വേണ്ടി ബെഗ് ചെയ്ത് പാർട്ട്ണറിന് സ്പേസ് കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഒരു ഇമോഷനും എനിക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാം, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും വേണ്ടാന്ന് പറഞ്ഞ് പാർട്ട്ണറിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നവരായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് സിഗ്നൽസ് കൊടുക്കുന്ന ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഞാനിങ്ങനെ ഷോർട്ടായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു കാര്യം പറയാം, ഇത് ലേബിൾസ് ആയിട്ട് യൂസ് ചെയ്യരുത്. അത് മാത്രമല്ല ഇതൊരു ഫിക്സഡ് റൂൾ അല്ല. അതായത് ഇമോഷണൽ ഡിപ്രവേഷനിൽ വളർന്നു വന്ന കുട്ടികളും സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് പോകാം, വളരെ സെക്യൂർ എൻവയൺമെൻറ്റിൽ വളർന്നു വരുന്ന കുട്ടികളും പിന്നീട് അവരുടെ ലേറ്റർ ലൈഫ് എക്സ്പീരിയൻസസും അതുപോലെ തന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റൊക്കെ കാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പം ഒരു ഇൻസെക്യൂർ രീതിക്കേക്ക് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ മിക്സഡ് ട്രൈറ്റ്സ് കാണാം. മോസ്റ്റ്ലി സെക്യൂർ ആയിട്ടുള്ളവരിൽ ചില സമയത്ത് ഒരു ഇൻസെക്യൂർ ട്രൈറ്റുകൾ കാണാം. ഇനി മോസ്റ്റ്ലി ഇൻസെക്യൂർ ആയിട്ടുള്ളവരിൽ ചില സമയത്ത് അവർ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാം. റിലേഷൻഷിപ്പ് ടു റിലേഷൻഷിപ്പ് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ വേരി ചെയ്യാം. ഫ്രണ്ട്സിൻ്റെ അടുത്തൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ, അച്ഛനും അമ്മയുടെ അടുത്തും വേറൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ, പാർട്ട്ണറിൻ്റെ അടുത്ത് വേറൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ചിലപ്പോൾ ഇത് ഇവോൾവ് ചെയ്യാം. ഇന്നുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള നാളെ നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 2 ലൈനിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. ഇപ്പം ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാവുമ്പോൾ ചിലപ്പോൾ സെക്യൂർ ആയിട്ടുള്ള ഒരാൾ ഇൻസെക്യൂർ ആവും, പിന്നെ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ആൾ ഇൻസെക്യൂർ ആയിരിക്കും. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് പാർട്ട്ണർ കാണിക്കുന്നതെങ്കിൽ ഇയാൾ വില്ലിങ് ടു ചേഞ്ച് ആണെങ്കിൽ പിന്നെ ഇയാൾ സെക്യൂർ പാറ്റേണിലേക്ക് പോകും. ഇൻസെക്യൂർ എൻവയൺമെൻറ്റിൽ വളർന്നു വന്ന ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള പാർട്ട്ണറെ കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ അയാളൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് പോയെന്നിരിക്കും. അപ്പോൾ നമ്മൾ
റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്, പാർട്ട്ണറിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മനസ്സിലാക്കുക എന്നുള്ളത്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റില്ല എന്നൊരു ഷീൽഡ് പോലെ ഉപയോഗിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളാണെന്ന് പറഞ്ഞ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ബ്ലെയിം ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഡീ ഇൻഡിവിജ്വലൈസേഷൻ ആണ്. ഡീ ഇൻഡിവിജ്വലൈസേഷൻ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പല യുദ്ധങ്ങളിലും ഉണ്ടായിട്ടുള്ള ക്രൈംസ്, അതുപോലെ തന്നെ US-ലൊക്കെ നടക്കുന്ന മോബ് ലിഞ്ചിങ് പണ്ടൊക്കെ നടന്നിരുന്നതാണ്. വിവേചനമൊക്കെ ഉള്ള സമയത്ത് വളരെ പീക്കായിട്ട് ക്രൈംസ് ചെയ്യുന്ന, എസ്പെഷ്യലി ബ്ലാക്സ് ആയിട്ടുള്ള ആൾക്കാരെ മോബ് ലിഞ്ചിങ് ചെയ്യുമായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കൺസെപ്റ്റാണ് ഡീ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാർ വരുമ്പോൾ, ക്രൈം ചെയ്യുമ്പോൾ ആളുകളുടെ അഗ്രഷൻ കൂടുന്നു. അവർ ചിന്തിക്കുന്നു ഓരോരുത്തരും ലെസ് റെസ്പോൺസിബിൾ ആണ്, അവരവരുടെ സെൽഫ് അവെയർനെസ്സിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയാം. അതിനുശേഷമുള്ള അവസ്ഥയിൽ അവരവരുടെ സെൽഫ് അവെയർനെസ്സിലേക്ക് തിരിച്ചു പോകുന്നു. ചിലപ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കാണെങ്കിൽ അവർ ആ ക്രൈം കമ്മിറ്റ് ചെയ്യില്ല. മോബ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, ഒരു കൂട്ടം ആൾക്കാർ വരുമ്പം ഒന്ന് മോബിൻ്റെ സൈസ് കൂടുന്തോറും അവരെ തിരിച്ചറിയത്തില്ല, അനോണിമസ് ആയിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്. രണ്ട്, എല്ലാവരും കൂടെ ചെയ്യുന്നതുകൊണ്ട് തങ്ങൾക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ള ഒരു ചിന്ത. എന്തായാലും നിയമത്തിൻ്റെ കണ്ണിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം ഒരാളെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊന്നെങ്കിൽ എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് അയാളെ കൊന്നതിൽ എന്നാണ് നിയമത്തിൻ്റെ കണ്ണിൽ. നിങ്ങൾ പിടിക്കപ്പെട്ടാൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ശിക്ഷയായിരിക്കും കിട്ടുന്നത്. ഒരിക്കലും ചിന്തിക്കരുത് ശിക്ഷ ഡിവൈഡ് ചെയ്ത് തരുമെന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ചെറിയ രീതിയിൽ അയാളെ ഉപദ്രവിച്ചു, മെയിനായിട്ടും ഒരാൾ ഉപദ്രവിച്ചത് കൊണ്ടാണ് അയാൾക്ക് ഫേറ്റലായിട്ടുള്ളൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയിലുള്ള വേരിയേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ കൂടി നിന്നിട്ട് ഒരാളെ ഹാങ് ചെയ്യുക, കെട്ടിത്തൂക്കുക, അതിനൊക്കെയാണ് മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത്. അല്ലാതെയും ലിഞ്ചിങ് എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ടിപ്പിക്കലി നമ്മൾ ഈ ഹാങ്ങിങ് ചെയ്യുന്ന കേസിലാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മൾ ഈ ആൾക്കൂട്ട ആക്രമണം, ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മധു എന്ന് പറയുന്ന ട്രൈബൽ യുവാവിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ചെറിയ മെൻ്റൽ ഇൽനെസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള പേരിൽ ഒരു കൂട്ടം ആൾക്കാർ കെട്ടിയിട്ട് അടിച്ചു കൊന്ന ഒരു കേസാണ്. ഈയിടയ്ക്കാണെന്നുണ്ടെങ്കിലും ഇതിന് ഒരു അവസാനമില്ല. കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു മൈഗ്രൻ്റ് ലേബററിനെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഈ ഇടയ്ക്ക് ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു, അങ്ങനെയാണ് ന്യൂസിൽ വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരു യുവാവിനെ ഇതുപോലെ മർദ്ദിക്കുക, അതിനുശേഷം അയാൾ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഡിസ്ക്രൈബ് ചെയ്ത് വന്നിട്ടുള്ളത് പല വാറിലും നടന്നിട്ടുള്ള ക്രൈംസ്, അതുപോലെ തന്നെ US-ലെ ഈ ഒരു മോബ് ലിഞ്ചിങ് രീതി, അതിൽ നിന്നൊക്കെയാണ് ഈ ഡീ ഇൻഡിവിജ്വലൈസേഷനെ പറ്റിയുള്ള കൂടുതൽ പഠനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ പല ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ മാനസികാവസ്ഥയും അതുപോലെ തന്നെ മാനസിക അസുഖങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.